നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലേ, SFI 10 വർഷത്തിന് ശേഷം പുനർജനിച്ചു വന്നിരിക്കുക. അതെ അതെ. ഇന്നലെ തിരുവനന്തപുരം നഗരം, തലസ്ഥാന നഗരം കുരുതിക്കളമാകുമോ എന്നൊരു സംശയം പോലും ഉണ്ടായി. പോലീസുമായിട്ട് ഒരു കാരണവുമില്ലാതെ ഒരേറ്റുമുട്ടൽ. സംഗതി പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ തെരഞ്ഞെടുപ്പൊക്കെ ആയിരുന്നല്ലോ. SFIക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്, അവർ ജയിച്ചു. യൂണിയൻ കൗൺസിൽ ചെയർമാൻ പോസ്റ്റൊക്കെ അവർക്ക് കിട്ടി. അതിൻ്റെ ആഹ്ലാദ പ്രകടനം. അതിൻ്റെ ഇടയിൽ KSUക്കാരും ഒരു മാർച്ച് നടത്തി. KSU ആയിട്ട് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പരസ്പരം അവരുടെ മാർച്ച് മുഖാമുഖം വരുമ്പോൾ ഒരു സംഘർഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതവിടെ തീരുമായിരുന്നു. പക്ഷെ വലിയ പ്രക്ഷോഭത്തിനാണ് ഇന്നലെ രാത്രി നഗരം സാക്ഷ്യം വഹിച്ചത്. പോലീസ് ജലപീരങ്കി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ടിയർ ഗ്യാസ് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. AA റഹീമായിരുന്നു സമരത്തിൻ്റെ നായകൻ. എന്താണ് SFIയുടെ ഉദ്ദേശം? എന്താണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറി, ഭരണപക്ഷത്തുനിന്ന് പ്രതിപക്ഷത്തേക്ക് മാറി അവിടെ ഇരിപ്പുറപ്പിക്കുന്നതിന് മുമ്പ് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനാണോ SFIയുടെ നീക്കം? തീർച്ചയായും പ്രശാന്ത്, അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷമായി SFIക്ക് യാതൊരു പണിയും ഉണ്ടായിരുന്നില്ല. ഒരു സമരം പോലും നടത്തിയിട്ട് നമുക്കറിയില്ല. SFI അതുപോലെ തന്നെ DYFI പോലുള്ള സംഘടന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സ്വകാര്യ സർവകലാശാല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവരണം എന്നും പറഞ്ഞ് എന്ത് ബഹളമായിരുന്നു. AK ആന്റണിയുടെ കാലത്ത് സ്വാശ്രയ കോളേജുകൾക്കെതിരെ എന്തൊരു ബഹളമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ സ്വാശ്രയ കോളേജുകൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് സ്വകാര്യ സർവകലാശാല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വലിയ പുകിലൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിണറായി സർക്കാർ വന്നപ്പോൾ അവർ ആദ്യത്തെ പരിഗണന കൊടുത്തത് സ്വകാര്യ സർവകലാശാലയ്ക്കാണ്. അപ്പോൾ പക്ഷേ SFI ഒരു ആർജവമുള്ള ഈ സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം ഒക്കെ പ്രസംഗിക്കുന്ന വിദ്യാർത്ഥി സംഘടന, ഞങ്ങൾ ആരുടെയും വരുതിക്കല്ല, ഞങ്ങളെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊക്കെ വീരവാദം മുഴക്കുന്ന SFI സത്യത്തിൽ പിണറായി വിജയനും പിണറായി സർക്കാരിനുമെതിരെ ശക്തമായി തെരുവിലിറങ്ങി പോരടിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അല്ല, തീർച്ചയായിട്ടും അതുണ്ടാവാനുള്ള സാധ്യതയില്ല. പിണറായി വിജയനെ പോലുള്ള ഒരാൾക്കെതിരെ സമരം ചെയ്യാനുള്ള പേടിയുണ്ടാവും. ഇവരുടെ സ്വാതന്ത്ര്യവും സമത്വവും സോഷ്യലിസവും ഒക്കെ അവരുടെ മൂക്കിൻ തുമ്പിൽ വരെയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷമായി ക്യാമ്പസുകളിൽ അടിയുണ്ടായിരുന്നു, അടിയില്ല എന്നല്ല. ക്യാമ്പസുകൾ CPIയുടെ പ്രവർത്തകരെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല എന്നാണ്. ASFന്റെ പ്രവർത്തകർ പോലും CPIയുടെ നേതാവിന് ഗർഭം ഉണ്ടാക്കുമെന്നും ചവിട്ടി കലക്കുന്നൊക്കെ പറഞ്ഞതാണ്. ആർഷോയെ പോലെയുള്ള നേതാക്കളെ നമ്മൾ കേരളം കണ്ടതാണ്. പിന്നെ PSC ചോദ്യപേപ്പർ ചോർത്തുക, പിന്നെ നോക്കി പരീക്ഷയിൽ മാൽപ്രാക്ടീസ് നടത്തുക, സ്വന്തം യൂണിയനിൽപ്പെട്ട, അതായത് SFIയിൽ തന്നെ പെട്ട വിദ്യാർത്ഥികളെ മാരകമായിട്ട് കുത്തി പരിക്കേൽപ്പിക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടു. മാത്രമല്ല കഴിഞ്ഞ 10 വർഷം ഇവർക്ക് വേറൊരു പണി കൂടി ഉണ്ടായിരുന്നു പ്രശാന്ത്. അതായത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ക്യാമ്പസുകളിലും പുറത്തുമൊക്കെ മയക്കുമരുന്നും അതുപോലെയുള്ള MDMA പോലുള്ള മാരക ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്തത് സഖാക്കന്മാരാണ്. അപ്പോൾ അവർക്കൊരു കൈത്തൊഴിൽ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ സമയം വളരെ കുറവായിരുന്നു എന്ന് മനസ്സിലാക്കണം. സംഘടനാ പ്രവർത്തനത്തിലുള്ള സമയം വളരെ കുറവായിരുന്നു. മറ്റേ കച്ചവടം കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പം കേസ് മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഗവർണർമാർക്കെതിരെ സമരം ചെയ്യണമായിരുന്നു. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവർണറുടെ തന്തയുടെ വകയല്ല, ഇങ്ങനെയൊക്കെയാണ്. മോദിയുടെ തന്തയുടെ വകയല്ല, ഇങ്ങനെയൊക്കെയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടല്ലേ, സെനറ്റ് ഹാളിൽ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഒന്നാം തരമായിട്ട് ഗവർണർ വന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തടയാൻ ശ്രമിച്ച രജിസ്ട്രാർ ഇപ്പം എവിടെയാണ് ഇരിക്കുന്നത് രജിസ്ട്രാറിന് അറിയത്തില്ല. അപ്പൊ ആ അവസ്ഥയിലെത്തി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി സമരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള സമരം ഗവർണർക്കെതിരെയുള്ള സമരവും പിന്നെ കൈത്തൊഴിലായ മയക്കുമരുന്ന് കച്ചവടവുമായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പെൺകുട്ടികളെ പറഞ്ഞ് വശത്താക്കുകയും വേണം. കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ അത് പണ്ടും ഇന്നും എന്നും ഉള്ളതാണ്. അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ എടുത്തു പറയണം. നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടം, ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ കാലഘട്ടത്തിൽ അറിയാം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്ന് കൂടെയുള്ള
കൂടെ കൊണ്ട് നടക്കുന്ന ആ കുറച്ച് പേരൊക്കെ അന്നത്തെ കാലത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാ സഖാക്കന്മാരും രക്ഷപ്പെട്ടു പോയി. പക്ഷെ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ കുട്ടികളെ സ്വാതന്ത്ര്യവും സോഷ്യലിസവും ഒക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ കള്ളു കുടിക്കാനും കഞ്ചാവ് അടിക്കാനും അതുപോലെ തന്നെ പുരുഷന്മാരോടൊപ്പം ഇങ്ങനെ ശരീരം പങ്കുവയ്ക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ജോലികൾ പലതും ചെയ്തിരുന്നത് സദാചാരഹീനമായ പ്രവർത്തികൾ. അതിനെ സദാചാര പോലീസിംഗ് നമ്മൾ ചോദ്യം ചെയ്താൽ സദാചാര പോലീസിംഗ് എന്ന് പറയും ചെയ്യും. പക്ഷെ ആത്യന്തികമായി നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരിത് വിഖ്യാതമായ ചുംബന സമരത്തിന് പിന്തുണയും കൊടുത്ത് പഠിച്ചവരാണ് SFI. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് പഠിപ്പിക്കാനാണ്, അവിടെ കോളേജിലേക്ക് വിടുന്നത് പഠിക്കാനാണ്. അപ്പോൾ കോളേജിലേക്ക് പഠിക്കാനും പഠിപ്പിക്കാനുമായി നമ്മുടെ കുട്ടികളെ അയക്കുമ്പോൾ ആ കുട്ടികൾ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സംഘടനകളുടെ ഭാഗമായി പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ തിരിച്ചു കിട്ടാതെ നഷ്ടപ്പെടും. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നിട്ടില്ല എന്നുള്ളതാണ്. SFI 10 വർഷവും നിന്നിട്ടില്ല, 10 വർഷവും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായി നിന്നിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു സമരവുമായി വരുന്നതിൻ്റെ ഒരു കാര്യവുമില്ല, അതൊരു സമരവുമായി വരുന്നതിൻ്റെ സാങ്കേതികത ചോദിച്ചെന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം ഒരു ആഹ്ലാദ പ്രകടനത്തിനിടയ്ക്ക് അടി എന്തിനാണ് അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആഹ്ലാദ പ്രകടനത്തിനിടെ അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ KSUക്കാരെ ആക്രമിച്ചു. ഞാനത് അല്ല, ഞാൻ തലതല്ലി ചിരിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ ഭരണത്തിൽ വന്നിട്ട് പോലും KSUവിന് 4-3-7 പേരെ സംഘടിപ്പിക്കാൻ പെടുന്ന പാട് അവർക്കേ അറിയുള്ളൂ. അവർ മാത്രമല്ല ഈ SFIയുടെ ഇതിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാരെയൊക്കെ കണ്ടാൽ വിദ്യാർത്ഥികളാണെന്ന് തോന്നൂല. പ്രശാന്ത് അത് ചോദിക്കും, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ട്. നമ്മൾ കോളേജിൽ കൃത്യമായി പഠിച്ചു വരുന്ന കുട്ടികളുണ്ടാകും, അവരുടെ കൂട്ടത്തിൽ ഒരു 10-25 വയസ്സുള്ള 5-6 പേരെ കൊണ്ട് നിങ്ങൾ കോളേജിൽ ചേർക്കും. അവരാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അവരൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ല, സത്യത്തിൽ ഗുണ്ടായിസത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മറവിൽ ഗുണ്ടായിസത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇവരായിരിക്കും. ഇനി എന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു 10-25 വയസ്സുള്ള ചേട്ടന്മാര് അവിടെ ക്യാമ്പസിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ്, വലിയ സഖാക്കന്മാരും ചേട്ടന്മാരും ഒക്കെ. അപ്പൊ അത് സ്വാഭാവികമായി SFI ചെയ്യുന്നതാണ്. പക്ഷെ വേറെ ഒരു സംഘടനയും KSU ആണെങ്കിലും ഇല്ല, ഒരുപക്ഷെ ASF ഒന്നുമില്ല. അവർക്ക് ആർക്കും അതിന് സമയവുമില്ല, അവർ പഠിച്ച് ജോലി വാങ്ങി പോവുകയാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരെ സ്ഥിരമായി ഇവർ ചേർക്കും. പിന്നെ അവസാനം ഒരു സുപ്രഭാതം ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്, ഒരു സുപ്രഭാതം ഇവരൊക്കെ ജോലിക്കാരാകുകയും ചെയ്യേ. പിന്നീട് ഇപ്പോഴല്ലേ മനസ്സിലായി, അന്ന് ഞങ്ങൾ കോളേജുകളിൽ പറയും ഒന്നും പഠിക്കാതെ നടക്കുന്ന ഇവരൊക്കെ എങ്ങനെ ജോലിക്കാരാകുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് PSC ലിസ്റ്റ് വരെ തിരിമറി നടത്താമെന്ന് മനസ്സിലാക്കിച്ചത് പിന്നീടാണ്. അന്ന് നമുക്കറിയില്ല, നമ്മൾ ഈ കുട്ടികളൊന്നും പഠിക്കുന്നില്ല. 2010 നമ്മൾ കൊല്ലത്ത് ഈ PSC മറ്റേ കേട്ടെഴുതുന്ന, അതായത് ചോദ്യപേപ്പർ ജനലിൽ കൂടെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മറ്റേ മൊബൈലിന്റെ ഇത് കയ്യിൽ വെച്ച് ഇയർഫോൺ വെച്ചിട്ട് ഇതെഴുതുന്ന ഒരു പരിപാടി കണ്ട് പോലീസ് പൊക്കിയത് പുറത്തു വന്നത് അന്നാണ് 2010. അതിനുശേഷം അപ്പൊ ഞാൻ പുറകോട്ട് ആലോചിച്ചു കേട്ടോ, എന്റെ കോളേജിലെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെയാണ് ജോലിക്ക് കയറുന്നത് എനിക്ക് അന്നാണ് മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിക്കായിരുന്നു ഇവര് വീട്ടിൽ പോയിരുന്ന് പഠിക്കുന്നതായിരിക്കും. നമ്മുടെയൊക്കെ ബുദ്ധിക്ക് അങ്ങനെയാണ് നമ്മൾ തോന്നുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് വീട്ടിൽ ഇരുന്ന് പഠിച്ചാണ് പരീക്ഷ പാസ്സാവുന്നത്. അപ്പൊ ഞാനും വിചാരിച്ചു ഇവര് വീട്ടിൽ പോയി പഠിക്കുമായിരിക്കും, കോളേജിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നുള്ളൂ, ക്ലാസ്സിൽ കയറുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നീടാണ് ഇവരുടെ SFIയിൽ ചേർന്നാൽ യഥാർത്ഥത്തിൽ ജീവിതം സെക്യൂർഡായി, ജോലി സെക്യൂർഡായി എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, ജീവിതം സെക്യൂർഡാന്ന് വെച്ചാൽ മയക്കുമരുന്നും കഞ്ചാവുമായി പോകും, പക്ഷെ എങ്കിലും ജോലിയൊക്കെ കിട്ടുമായിരുന്നു. ഇനി കിട്ടത്തില്ല കേട്ടോ, ഇനി അത് കിട്ടില്ല. അപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് അതിന്റെ സാങ്കേതികത്വം മനസ്സിലായതുകൊണ്ട് ഇനിയും കിട്ടാനുള്ള സാധ്യതയില്ല. നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുക, അതായത് സാധാരണഗതിയിൽ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നല്ലതാണ് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം പാർലമെന്ററി രാഷ്ട്രീയം വേണം. ഞാൻ പറയുന്നത് SFIയും KSUയും ABV അത് ജനാധിപത്യ ബോധത്തോടു കൂടി വേണം. അതിലും എല്ലാം ഉപരി ദേശീയ ബോധം വേണം, രാഷ്ട്രബോധം വേണം. ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണം. ഒരിക്കലും വിദ്യാർത്ഥി രാഷ്ട്രീയം തെറ്റല്ല, പക്ഷേ അതിന്റെ പേരിൽ അക്രമം കാണിച്ചാൽ നല്ല ചൂട്ടപട കൊടുക്കണം, അതാണ് വേണ്ടത്. കാരണം പഠിക്കാൻ വരുന്ന പിള്ളേർ പഠിക്കുകയാണ് വേണ്ടത്. എത്ര സുന്ദരമാണ് ഈ ക്യാമ്പസ് കാലം, ആടാനും പാടാനും. നോക്കൂ, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ തീർന്നു, നമുക്കൊരു ജോലി വേണം, വലിയ ആശങ്കകൾ. മറ്റത് അതൊന്നുമില്ല, അടിച്ചു പൊളിക്കാനുള്ള ഒരു കാലമാണ്. ആ കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം, ക്യാമ്പസ് രാഷ്ട്രീയം വേണം. ഈ പറഞ്ഞതുപോലെ പിള്ളേരാവുമ്പം ചെറിയ തല്ലും പിടിയും ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ഗുണ്ടായിസം വളർത്തുന്ന, അത് മയക്കുമരുന്ന് കച്ചവടം നടത്താനുള്ള ഒരു എളുപ്പ വഴിയായിട്ട്, എന്താ പറയുക, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വേദിയാക്കി ക്യാമ്പസിനെ മാറ്റാൻ
പിന്നെ ഈ പറഞ്ഞതുപോലെ മത തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം. സത്യത്തിൽ പൊളിറ്റിക്സ് ഇല്ലാതെ വന്ന കാലഘട്ടത്തിൽ, സംഘടനാ പ്രവർത്തനം ഇല്ലാതെ വരുമ്പോഴാണ് അരാഷ്ട്രീയവാദം ക്യാമ്പസിൽ ഉണ്ടാകുന്നത്. ഈ അരാഷ്ട്രീയവാദം ക്യാമ്പസിൽ ഉണ്ടാകുന്നതും തീവ്രവാദത്തിലേക്കും മറ്റ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മയക്കുമരുന്നും കഞ്ചാവും പോലും അങ്ങനെ വന്ന ബൈ പ്രോഡക്റ്റുകളാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ കോളേജിൽ നമുക്കറിയാം, കോളേജിൽ ഒരു ഇലക്ഷൻ മത്സരിക്കുന്ന ഫൈനൽ ഇയർ വരെ, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഫൈനൽ ഇയർ വരെ ആൺകുട്ടികൾ പ്രേമിക്കുക പോലും ചെയ്യില്ല ഏതെങ്കിലും പെൺപിള്ളേരെ ഇമേജ് പോകുന്നത് വെച്ചാൽ. ഫൈനൽ ഇയറിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് മിക്കവാറും ആൺകുട്ടികൾ പോയി ഏതെങ്കിലും പെൺകുട്ടികളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എനിക്കറിയാം, എൻ്റെ കോളേജിലെ ചെയർമാൻ അങ്ങനെയായിരുന്നു. ഒരു ചേച്ചിയെ 5 വർഷമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവസാന സമയത്ത് കോളേജിൻ്റെ അതായത് അവസാനത്തെ ഇലക്ഷനും കൂടി കഴിഞ്ഞിട്ടാണ് പോയി പറയുന്നത്. ഒന്ന് ഇമേജ് നോക്കണമായിരുന്നു. അന്ന് വളരെ മാന്യന്മാരായിരുന്നു. അന്ന് നമുക്കറിയാം പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ തമ്മിൽ, നമ്മളെല്ലാ രാഷ്ട്രീയക്കാരും തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കുഴപ്പക്കാരായ നല്ല ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാം, അറിയാം. ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യം അല്ല ഇന്ന് ഒരു കൂട്ടം ക്രിമിനലുകളെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനമായി ക്യാമ്പസ് രാഷ്ട്രീയത്തെ ആദപ്പതിപ്പിച്ചു. പോലീസിനെ ആക്രമിക്കാനും. ഞാൻ 2006 മുതൽ ഞാൻ തിരുവനന്തപുരത്ത് ഒരുപാട് സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. അതായത് എൻ്റെ തൊട്ട് മുന്നിലിട്ട് പോലീസ് വിദ്യാർത്ഥി അടിക്കണം. എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ ഈ വിദ്യാർത്ഥി, ഞാൻ ഏത് SFI ആണോ KSU ആണോ എന്നൊന്നും പറയുന്നില്ല, ഞാൻ നോക്കുമ്പോൾ ഈ പോലീസുകാർക്ക് ഫോട്ടോഗ്രാഫറുണ്ട്, വീഡിയോഗ്രാഫറുണ്ട്. അവർ ഈ സമരം മുഴുവനും എടുക്കും. കാരണം നാളെ ഇതൊരു വിഷയം കോടതിയിൽ വരുമ്പോൾ ഇത് അവർക്ക് സബ്മിറ്റ് ചെയ്യണം, ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ പാവം പിടിച്ച ഒരു ക്യാമറാമാൻ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന അയാളെ തലയിലേക്ക് വലിയൊരു കോൺക്രീറ്റ് ചീളി ആണ് എറിയുന്നത്. ഈ തിരുവനന്തപുരത്ത് എൻ്റെ കൺമുന്നിൽ നടന്ന സംഭവമാണ്. ഈ മനുഷ്യൻ ക്യാമറയിൽ ഇങ്ങനെ എടുത്തിട്ട് ക്യാമറ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ വരുന്നത് ഈ നെറ്റിയിൽ ശകലം കൂടെ തെറ്റിയിരുന്നെങ്കിൽ ആ മനുഷ്യൻ അവിടെ മരിച്ചേ. അല്ല, അക്കാര്യത്തിൽ ഒരു മര്യാദയുള്ളവരല്ലല്ലോ CPM. കല്ലെറിഞ്ഞ ആൾക്കാരല്ലേ? അത് ഒരു മര്യാദയും ഇല്ല. അതല്ല ഞാൻ പറയുന്നത്, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ഇപ്പം പണ്ടും ഈ അക്രമങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിലെയും മോഡൽ സ്കൂളിലെയും കുട്ടികൾ സമരം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു KSRTC ബസ് കത്തിച്ച സംഭവമുണ്ട്. പ്രീ ഡിഗ്രി ബോർഡ് സമരവുമായി ബന്ധപ്പെട്ട്. അതൊക്കെ 1980കളിൽ നടന്ന. ഞാനൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. ഞങ്ങളൊക്കെ കൊച്ചുകുട്ടികളാണ്. നമ്മൾ പോലും അയ്യോ ഒരു ബസ് കത്തിക്കുകയോ. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊന്നും നല്ല കാര്യമല്ല. ഇതെല്ലാം അടിച്ചമർത്തേണ്ടതാണ്. വിദ്യാർത്ഥി സമരത്തിൽ കൂടി എനിക്ക് തോന്നുന്നു PDPP ആക്ട് ഇടുമെന്ന് തോന്നിപ്പോ വളരെ കൃത്യമായി തന്നെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ കേസ് എടുക്കണം. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സർക്കാർ വാഹനങ്ങള്, സർക്കാരിന്റെ വസ്തുവകകൾ ഇതൊക്കെ തീർച്ചയായിട്ടും ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുക്കണം. കാരണം ഇവരൊന്നും അത്ര കുട്ടികളല്ല. ഇപ്പം +2 വരെ സ്കൂളിലാണ്. 18 വയസ്സിലാണ് കോളേജിലെത്തുന്നത്. പ്രായപൂർത്തിയായി കഴിഞ്ഞ് ചിന്തിക്കാനുള്ള പ്രായമായി കഴിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് അതൊന്നും പണ്ടൊക്കെ പ്രീ ഡിഗ്രി പിള്ളേരെന്ന് പറഞ്ഞാൽ. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചതേ, ഇന്നലെ ആ സമരത്തിനിടയിൽ AR റഹീം വന്ന് ശാന്തരാക്കാൻ ശ്രമിക്കുന്നത് നാടകമായിരിക്കും, പക്ഷെ എങ്കിൽ പോലും പുല്ല് വിലയാണ് കൊടുക്കുന്നതെന്നുള്ളതാണ്. നേരെ മറിച്ച് ഞാനിപ്പോൾ ആലോചിച്ചു, ഇത് ABVP-യിലോ ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായുള്ള സംഘടനകളിലാണെങ്കിൽ ഒരൊറ്റ വിസിലടിച്ചാൽ മതി, എല്ലാവരും നിൽക്കും. ഇന്നലെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ AR റഹീമിനെ പുല്ല് പോലെയാണ്. അല്ല, അതെന്താണെന്നറിയാം, ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷം ഒരു പണിയും എടുക്കാതെ ഇങ്ങനെ ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു അവസരം കിട്ടിയിരിക്കും. അവരഴിഞ്ഞാടി, അതാണ് സത്യം. പിന്നെ ഇതിനകത്ത് SFIക്കും CPM-നും ഉള്ള ഒരു ഗൂഢലക്ഷ്യം നമുക്കറിയാലോ. മൊത്തത്തിൽ തകർന്നിരിക്കും. ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ തോൽവിയുടെ ആഘാതം കുറയ്ക്കാം. അത് മാത്രമല്ല, കുറച്ചു കാലത്തേക്ക് സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും. രക്തസാക്ഷിയെ വെച്ച് മുന്നോട്ട് പോകാം, നടത്താം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അഭിമന്യുവിനെ കണ്ടില്ലേ? അഭിമന്യുവിന്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കാനുള്ള യാതൊരു വലിയ പരിശ്രമം, ഒരു വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ആ സംഭവങ്ങൾ തെളിയിക്കും. അതെ, തീർച്ചയായിട്ടും. 2001 AK ആന്റണി സർക്കാർ മൃഗീയ ഭൂരിപക്ഷത്തെ അധികാരത്തിൽ അല്ലെ, അന്ന് സ്വാശ്രയം എന്നൊരു വാക്ക് മിണ്ടുന്നതിന് മുമ്പേ SFI സമരം തുടങ്ങി. അയ്യോ, അതിഭീകരമായ ആക്രമണമായിരുന്നു. അന്ന് അവസാനം പോലീസ് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് കയറി അടിക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പോഴും അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. പോലീസ് കോളേജിനകത്ത് കയറി, എന്നാൽ അവിടെ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ പോലീസ് ഇറക്കി വിടുകയും വിടുകയും പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെല്ലുക. അന്ന് കോടിയേരി ബാലകൃഷ്ണനും ശിവദാസ മേനോനും ഒക്കെ കൂടെ വന്ന് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എന്തൊരു ലഹളയാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ കേരളം കണ്ട കാഴ്ചകളാണ്. അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഈ 2026. അതായത് എങ്ങനെയും
ഒരു പ്രശ്നമുണ്ടാക്കിയെടുക്കുക പോലീസ് വെടിവെപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ പോലീസിന്റെ മാരകമായ മർദ്ദനമേറ്റ് എങ്ങനെയെങ്കിലും ഒരു രക്തസാക്ഷിയെ കിട്ടുക. ആ രക്തസാക്ഷിയെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള പണി അവരെടുക്കും. അത്തരത്തിൽ ഒരു ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഈ എന്താ പറയുക പ്രതിപക്ഷത്തിരിക്കുന്ന CPIM-ന് ആവശ്യമുണ്ട്. അവരത് ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുന്നു. ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഗിമ്മിക്കുകൾ ചെയ്യാതെ അവർക്ക് നിവൃത്തിയില്ല. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. എന്തായാലും പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പുറത്തെ മറുവശത്ത് ഇത് പറഞ്ഞപ്പം നമ്മൾ പോലീസിൻ്റെ കാര്യവും കൂടി പറയണം. പോലീസുകാർ കഴിഞ്ഞ 10 വർഷം ഇവന്മാരുടെ ഈ എന്താ പറയുക അത് ഇന്നലെ വളരെ കൃത്യമായിട്ട് കണ്ടു. പോലീസ് വളഞ്ഞിട്ടടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പോലീസുകാരെ അവരുടെ രോഷം കഴിഞ്ഞ 10 വർഷത്തെ രോഷം കൃത്യമായിട്ട് പോലീസ് സേന ഇന്നലെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ്. എന്തായാലും അത് നമ്മുടെ സംസ്ഥാനത്തിന് ഒട്ടും ഗുണകരമല്ല, അത് ഞാൻ പറയാം. ഇത് ഈ വിദ്യാർത്ഥികൾ മര്യാദയ്ക്ക് പഠിക്കുക, ആവശ്യമുള്ള കാര്യങ്ങളിൽ സമരം ചെയ്യാം, തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഈ ഒരു നീച തന്ത്രം, അതായത് രക്തസാക്ഷികളെ സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനുള്ള നീച തന്ത്രത്തെ കരുതിയിരിക്കുക സർക്കാർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.